നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സീതുവിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. സീതു മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. സീതു അൺനോൺ ആണ്, ഫാസ്റ്റ് ലൈഫ് ആണ്. അപ്പം മറ്റ് പഞ്ചതാര ഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരുടെ സീതുവിനെ ഉപയോഗം ചെയ്യുമ്പോൾ എന്ത് ഫലമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരിയർ പ്ലാനറ്റ് ആയിട്ടുള്ള സീതു കോമ്പിനേഷനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കുജന കേതു എന്ന് പറയും. കുജനെ പോലെ തന്നെ കേതുവിനെ കാണുന്നു ഇതൊരു പ്രമാണമാണ്. അപ്പം ചൊവ്വയും കേതുവും ഒരുമിച്ച് യോഗം ചെയ്യുന്നു. കേതുവിന്റെ അൺനോൺ ക്യാരക്ടറിസ്റ്റിനെ ചൊവ്വ നമ്മുടെ സപ്പോർട്ട് ചെയ്യും. ഞാൻ കേതുവിന്റെ കണ്ടിട്ടുള്ള കോമ്പിനേഷൻസിൽ ഏറ്റവും മോശമായിട്ടുള്ള കോമ്പിനേഷനാണ് കുജന്റെ യോഗം. ചെറുതായിട്ടുള്ള ഫിയർ, ഫീലിംഗ് ഓഫ് പവർലെസ്, അതായത് പവർ ഇല്ലാത്തവരെ നമുക്ക് തോന്നും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതുപോലെ തന്നെ ഉള്ളിൽ ഒരു ബാരിയർ, അതേപോലെ തന്നെ അത് സൈലന്റ് ആവാനുള്ള ഒരു സ്വഭാവവും കാണും. അപ്പം നിങ്ങൾ മാർഷൽ ആർട്സിനോ അല്ലെങ്കിൽ കളരി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അതിനുവേണ്ടി പോയാൽ കുറേയൊക്കെ മടി മാറി കുറച്ചൊരു ഊർജ്ജസ്വലതയും ഒക്കെ വരികയും നിങ്ങൾക്ക് അതിനകത്ത് വിജയിക്കാൻ കഴിയുകയും ചെയ്യും. ഏത് ഭാവത്തിനാണ് വിജയത്തിൽ യോഗം വരുന്നത് ആ ഭാവങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ട് ഒരു തീരാ ദുഃഖം എന്ന് അന്തരം കുറിച്ച് ഉറപ്പുള്ളത്. വിജയത്തിൽ യോഗം ഏത് ഭാവത്തിലാണ് ആ ഭാവവുമായി ബന്ധപ്പെട്ട് ഈ ജന്മം ഒരു തീരാ ദുഃഖം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇന്നർ വാല്യൂ റീസ്റ്റോർ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വരികയും വിജയിക്കാൻ കഴിയുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ കുജഗീതി യോഗം ഉദാഹരണത്തിൽ 4ാം ഭാവത്തിൽ അല്ലെങ്കിൽ 5ാം ഭാവത്തിൽ ചിലപ്പോൾ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും. മനസ്സിലാവും. ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലഘട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും. 4ാം ഭാവം ഉണ്ടാവും, വാഹനം ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അമ്മയുടെ വീട്ടുകാരുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദുഃഖം ഇല്ലാതെ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കുജൻ എന്ന് പറയുന്നത് ഔട്ടർ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് കൂടുതൽ കുജൻ കാണിക്കുന്നത്. കേതു എന്ന് പറയുന്നത് ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കോൺഫ്ലിക്റ്റ് ആ ഭാവത്തിൽ ഉണ്ടാവുകയും കോമ്പിനേഷൻ. കുജൻ എപ്പോഴും ഒരു ബാഹ്യമായ കാര്യങ്ങളായിരിക്കും കൂടുതൽ കാണിക്കുന്നത്. നമുക്ക് ബാഹ്യമായ വിഷയങ്ങളാണ് കുജന്റെ ശ്രദ്ധ കൂടുതൽ. അതേസമയത്ത് കേതു എന്ന് പറയുന്നത് ഇന്നറാണ്, ഇന്നർ സെൽഫാണ്. അപ്പം എന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ച്മെന്റ് സ്വഭാവം, എന്തിനും ഒരു തൃപ്തി വരാത്ത ഒരു സ്വഭാവം കുജകേതു യോഗം വെക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതിപ്പോൾ 3ാം ഭാവമായിട്ട്